ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടൻ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ? അതായത് മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് നടന്മാരാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മനുഷ്യരാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഒപ്പം തന്നെ ഫാൻ ഫൈറ്റുകളും ഒക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിടെ ഈ ഫാൻ ഫൈറ്റുകൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക്, അതായത് ജാതീയമായ വിഷം വമിപ്പിക്കുന്ന ഒരു വർഗീയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറിപ്പോകുന്നത് കാണാൻ ഇടയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു തിയേറ്ററിന് പുറത്ത് ഒരാളോട് ഈ സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മമ്മൂട്ടിയും മകനും മരിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത് എന്ന് നമുക്ക് അതിശയം തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ് കണ്ടിരുന്നു, ആ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫാൻ ഫൈറ്റുകളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എപ്പോഴും ഉണ്ട്. മമ്മൂട്ടിയുടെ ഒരു ടീം ഉണ്ടാകും, മോഹൻലാലിൻ്റെ ടീം ഉണ്ടാകും. സ്കൂളിൽ മാത്രമല്ല, കോളേജിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കസിൻസ് തമ്മിലൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ചീത്തവിളിയും അടിയും ബഹളങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാനുള്ള കാരണം എന്താണ്? അത് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് കേരളത്തിലുണ്ടാകുന്ന മാറ്റമാണ്. 15 വർഷം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക മാധ്യമങ്ങൾ വ്യാപകമായതിനു ശേഷം നമ്മളെപ്പോഴും എന്ത് ചെയ്യരുത്, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് BJP IT സെൽ. അവർ വളരെ RSSൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ RSS രാഷ്ട്രീയമായി അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമല്ല അവരുടെ പ്രവർത്തന രീതി. RSSൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സിനിമ, സാഹിത്യം, സാംസ്കാരിക രംഗം എല്ലാ മേഖലകളിലും അവർ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് അത്ഭുതം തോന്നും. ഈ എത്രയോ സിനിമാ താരങ്ങൾ ഞാൻ BJP കാരനാണെന്ന് ഉറച്ചു പറയാൻ തയ്യാറാവുന്ന മോദി അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമല്ല, RSS നന്നായിട്ട് മണ്ണിലിറങ്ങി പണിയെടുത്ത് അവരുടെ ഐഡിയോളജിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവരെ നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സുവർണ്ണ അവസരമാണ് കേരളത്തിൽ ബിഗ് എംസ് എന്ന് പറയുന്നത് 2 മതസമുദായങ്ങളിൽപ്പെട്ട ആളുകളാവുന്നു എന്നുള്ളത്. ഈ ബിഗ് എംസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും മലയാളികളെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 മനുഷ്യരാണ്. അവരുടെ സിനിമകളാണ്, അവരുടെ ഡയലോഗുകളാണ്, പാട്ടുകളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും 2 സമുദായത്തിൻ്റെ ആളുകളാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്. ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല, BJPയുടെ നേതാക്കൾ, വക്താക്കൾ വരെ പച്ചയ്ക്ക് ഇത് പറയാൻ തയ്യാറാവുന്നവരാണ്. വനസ്പതി എന്ന് പേരുള്ളവരും മറ്റേ വാരിയർ എന്ന് പേരുള്ളവരൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഒന്ന് മട്ടാഞ്ചേരി മാഫിയ. എന്താ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ കറാച്ചി ഗ്യാങ് ഇത് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സമുദായമുണ്ട്. മറ്റൊരു സമുദായം, ഇനിയിപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ അവരെല്ലാം കഞ്ചാവിൻ്റെ വക്താക്കളാക്കി മാറ്റുക. അവർ ആ സമുദായത്തിൽപ്പെട്ടവരല്ലെങ്കിൽ മറ്റവരെല്ലാം കഞ്ചാവിൻ്റെ വക്താക്കൾ. കുറേ പേര് കഞ്ചാവ് അടിക്കുന്നവർ, കുറേ പേര് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളർ ചെയ്ത് വയ്ക്കുക. ഈ കളർ ചെയ്ത് ഉള്ള പ്രചാരണം BJP തന്നെ തുടങ്ങിയതാണ്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളിൽ നമ്മൾ കാണുന്നു പറഞ്ഞാൽ മുമ്പ് ഫാൻ ഫൈറ്റ് ഉണ്ട്, വളരെ ആരോഗ്യകരമായ, പരസ്പരം കളിയാക്കുന്ന, ട്രോളുന്ന ഇതൊക്കെയാണ്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ ബിഗ് എംസിൻ്റെ ഫാൻസിൻ്റെ ഫൈറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇവർ പരസ്പരം ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, സൂര്യമാനസത്തിലെ മമ്മൂട്ടിയുടെ മുഖം വയ്ക്കുക, അതുപോലെ ഒടിയനിലെ മോഹൻലാലിൻ്റെ മുഖവും വെച്ചിട്ട് പരസ്പരം ട്രോളുന്ന ഒരു രംഗം. അതിൻ്റെ അടിയിൽ വരുന്ന പക്കാ വർഗീയമായ പരാമർശങ്ങളാണ്. അതായത് മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു സുഡാപ്പിയാണ് എന്ന് മറുവിഭാഗം സ്ഥാപിക്കുന്നു. മോഹൻലാൽ സംഖ്യയാണ്. അതുണ്ടാവുന്നുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ഐഡികളിൽ നിന്ന് മോഹൻലാൽ തെരുവിലെത്തുന്ന ഫേക്ക് ഐഡികൾ ധാരാളമുണ്ട്. മോഹൻലാൽ സംഖ്യയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പം മോഹൻലാലിന് RSSുമായിട്ട് ബന്ധമുണ്ടാവും, ചില BJP നേതാക്കളുടെ ബന്ധമുണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഒരു കാര്യത്തിലൊഴികെ മോദി അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ബ്ലോഗിൽ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് കുറേ ലേഖനങ്ങൾ എഴുതിയിരുന്നു. അത് തിരിച്ചടിയാവുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ നിർത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും മൊത്തം അദ്ദേഹത്തിൻ്റെ ഇമേജിനും തിരിച്ച് അദ്ദേഹം തന്നെ നിർത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പരസ്പരം ഒരാളെ സുഡാപ്പിയാക്കുക, മറ്റൊരാളെ സംഖ്യയാക്കുക, അങ്ങനെ പരസ്പരം ചെളി വാരി എറിയുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു RSSൻ്റെ പ്രവർത്തനം വളരെയധികം വിജയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഏതോ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും കിട്ടിയ സാധനങ്ങൾ വായിച്ച് വന്നിട്ട് ഒരു മൈക്കിലേക്ക് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് മൊത്തം മലയാളികളുടെ ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ എന്നാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത്രയും പണി RSS 10 കൊല്ലമായിട്ട് എടുത്തിട്ടും
ഇത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ, നമ്മളിപ്പോൾ ഫാൻ ഫൈറ്റ് ക്ലബ്ബിൽ കാണുന്നത് കൂടിപ്പോയ ഒരു 100 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭൂരിഭാഗം മലയാളികൾ ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല. നമ്മളത് മനസ്സിലാക്കണം. ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ RSSന്റെ അജണ്ടയിലേക്ക് തലവെച്ച് കൊടുക്കാതിരിക്കുക ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അത് ഒരിക്കലും പ്രചരിപ്പിക്കാതിരിക്കുന്നത്. കാരണം മലയാളികൾ അങ്ങനെയല്ല. നമ്മൾ കാണുന്ന ഫാൻ ഫൈറ്റ് ക്ലബ്ബിലെ 10 or 100 ആളുകൾ മാത്രമാണ് അത് ചെയ്യുന്നുള്ളൂ. അവർ മാത്രമേ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ളൂ. യെസ്. ഇപ്പോൾ കല പോലെ മനുഷ്യനെ സ്വാധീനിച്ച എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയുണ്ട്. അപ്പോൾ സിനിമകളൊക്കെ അത്രയും മനുഷ്യരെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ നടന്മാരൊക്കെ നമ്മൾ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാളി സഞ്ചരിച്ചിട്ടുണ്ട് ഈ മനുഷ്യർക്കൊപ്പം. അപ്പം രണ്ടുപേരും മലയാളികൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ആ ഫാൻ ഫൈറ്റുകൾ മറ്റൊരു തരത്തിലേക്ക്, അപകടകരമായൊരു തരത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ദാവൂദ് സാർ എന്ത് തോന്നുന്നു? അല്ല, അത് നോക്കൂ രേഷ്മ, ഇതിപ്പം നമ്മളിപ്പോൾ ഇത് കാണുകയാണ് ഈ പറയുന്ന നേരത്തെ അജിംസ് വിശദീകരിച്ച തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷേ നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബോളിവുഡിനെ കേന്ദ്രീകരിച്ച് ഇങ്ങനൊരു പ്രചാരണം നടക്കുന്നുണ്ടല്ലോ, ഈ ഖാൻമാർക്ക്. ബോളിവുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട സ്ഥലമാണ്. അതീ പറഞ്ഞ ഒരു കറാച്ചി ഗ്യാങ്, മറ്റേ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ എന്താണ്? ഈ ബോളിവുഡാണ്. അത് ഇവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ലോകം ഇന്ത്യയെ കാണുന്നത് എന്തിലൂടെയാണ്? അത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ലോകം ഇന്ത്യയെ കാണുന്നത് ബോളിവുഡ് സിനിമയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പോസിറ്റ് കൾച്ചർ, സെക്യുലർ എന്ന് പറയുന്നതിനേക്കാൾ ഒരു കോമ്പോസിറ്റ് കൾച്ചറാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയുടെ മുന്നിൽ നിൽക്കുന്നത് കുറേ ഖാൻമാരാണ്. ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് പ്രശ്നം വെച്ചാൽ അത് പ്രചരിപ്പിക്കാൻ തരും. ഇപ്പോൾ ആര്യൻ ഖാനെതിരായിട്ടുണ്ടായിരുന്ന നടപടികൾ, അവിടെ നടക്കുന്ന നിയമ നടപടി, ED, മറ്റേ IT, നാർക്കോട്ടിക് സെല്ല്, ഇവരൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെയൊക്കെ പൂട്ടാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി. പക്ഷേ എന്നിട്ടും ബോളിവുഡ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ബോളിവുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ തുടക്കം ഒരുപാട് മുസ്ലിം നടന്മാർക്കും നടിമാർക്കും അവരുടെ പേര് മറച്ചു വെച്ച് അഭിനയിക്കേണ്ടി വന്നുള്ള ഇൻഡസ്ട്രിയാണെന്ന് ഓർമ്മയുണ്ടോ രേഷ്മയ്ക്ക്? ദിലീപ് കുമാറിൻ്റെ പേരെന്തായിരുന്നു? യൂസുഫ് ഖാൻ അല്ലേ? മീനാകുമാരിയുടെ പേരെന്തായിരുന്നു? മധുബാലയുടെ പേരെന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരുകാരായിട്ടുള്ള ആക്ട്രസ് അവരുടെ പേര് മറച്ചു വെച്ച് അഭിനയിക്കേണ്ടി വന്ന അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്ന ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പോൾ അന്ന് തുടക്കത്തിൽ ഇതിൻ്റെ വിഭജനത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലുണ്ടായ ഒരു വലിയ സമ്മർദ്ദമാകാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനെ മറികടന്ന് ബോളിവുഡ് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? ഈ ഇന്ത്യയിലെ രാം ജന്മഭൂമി മൂവ്മെൻറ്റും ഹിന്ദുത്വ വേവും എല്ലാം ഉള്ളപ്പോഴും ബോളിവുഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരു ട്രെൻഡ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ബോളിവുഡിൽ ഹിന്ദുത്വയുടെ പതാകവാഹകരായിട്ടുള്ളത് കങ്കണ റാവത്തൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തമാശ. പക്ഷെ ഇപ്പം വേറെ ഈ എപ്പിക് ഡ്രാമാസ് കൊണ്ടുവന്നിട്ട് രാമൻ, ഹെഡ് ഗേവാർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ എപ്പിക് ഡ്രാമാസ്, മൾട്ടി മില്യൺ പ്രോജക്റ്റിൻ്റെ എപ്പിക് ഡ്രാമാസ്, ഗോത്ര വരുന്നു. ഇതിന് അങ്ങനെ അടിമേൽ മറിച്ചിടാൻ അതായിരിക്കാം പ്ലാൻ എന്ന് തോന്നുന്നു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ബോളിവുഡ് അതിൻ്റെ ഒരു കോമ്പോസിറ്റ് കൾച്ചർ ഈ സമയം വരെ നിലനിർത്തിയിട്ടുണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ ഈ പറഞ്ഞ മാതിരി സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ ഇതിനകത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ സവർണ ഭാവുകത്വം പേർന്ന സിനിമകളുടെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയായിരിക്കെ തന്നെ ഈ ഒരു പച്ചയായ വർഗീയ വിഭജനം, പ്രത്യേകിച്ച് നടന്മാരുടെ പേര് വെച്ചുള്ള വർഗീയ വിഭജനം അത്ര അളവിലുണ്ടായിരുന്നില്ല. പക്ഷെ റീസെൻ്റായിട്ട് അത് വരുന്ന എനിക്ക് തോന്നുന്നത് സംഘ് പരിവാർ ഓഫ് കോഴ്സ് അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. അതേക്കാൾ കൂടുതൽ എക്സ്പ്ലിസിറ്റായിട്ട് ഈ പുതിയ കാറ്റഗറി ഉണ്ടല്ലോ, ക്രിസ് അങ്കീസ് എന്ന് പറയുന്ന കാറ്റഗറീസ്, അവരാണ് ഇതിൽ കുറച്ചും കൂടെ എക്സ്പ്ലിസിറ്റായിട്ട് പണിയെടുക്കുന്നത്. എനിക്ക് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇത്ര എക്സ്പ്ലിസിറ്റ് ആകുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പ്രസംഗിച്ചായിട്ടില്ലേ ഈ കാതലിനെ മുൻനിർത്തിയിട്ട്. മമ്മൂട്ടിക്ക് അതിലെന്താണ് റോള്? അത് ജിയോ ബേബി സംവിധാനം ചെയ്തൊരു സിനിമ, ഒരു സംവിധായകൻ പറയുന്നതനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിൻ്റെ റോൾ. അത് മമ്മൂട്ടി അഭിനയിച്ചതാണ്. അതിൽ ക്രിസ്ത്യാനികളെ ഈ ഹോമോസെക്ഷൽ കഥാപാത്രങ്ങളാക്കി, അതാണ് പുള്ളിയുടെ വിഷയം. പക്ഷേ മമ്മൂട്ടി നായകനാവും. ഇപ്പോൾ ഈശോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അത് നാദിർ ഷാണ് അതിൻ്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ എന്തോ ആയിട്ട് വന്നത്. അത് വെച്ചിട്ട് ബഹളം. ഇങ്ങനെ അല്ല, ഈ ഹോമോസെക്ഷാലിറ്റിയാണ് പ്രശ്നമെങ്കിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മൂത്തോനാണ്. അതെ, മൂത്തോന്റെ കഥാപരിസരം ലക്ഷദ്വീപാണ്. കഥാപാത്രങ്ങൾ മുസ്ലിങ്ങളാണ്. അതിനു മുമ്പ് ഭീഷ്മപർവത്തെ മുൻനിർത്തി എന്തെല്ലാം ക്യാമ്പയിനാണ് നടത്തിയത്.
അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇത് വെച്ചിട്ടുള്ള വർഗീയ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് കൃസംഗികളാണ്. അതങ്ങനെ പറയുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് ഉളുപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ അവരങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സിനിമ പ്രേക്ഷകർ എന്നുള്ളത് നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഏത് സിനിമയാണ് വിജയിക്കുന്നത്? നല്ല സിനിമയെ വിജയിക്കുന്നുള്ളൂ. അതെ, അത് മമ്മൂട്ടിയുടേതാകട്ടെ, അല്ലെങ്കിൽ പിന്നെ മോഹൻലാലിൻ്റെതാകട്ടെ, ഇനി ഫഹദ് ഫാസിലിൻ്റെ ആകട്ടെ, DQൻ്റെ ആകട്ടെ, ആരാണെങ്കിലും ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ വർഗീയ ഫാൻ ഫൈറ്റിങ്ങുകാർ പറയുന്ന ആ മട്ടിലല്ല സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ നജംസ് പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഒരു വൃത്തത്തിൽ, ഈ കുറച്ച് മനോരോഗികളുടെ വൃത്തത്തിൽ ചുരുങ്ങിപ്പോകുക മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് കല കൃത്യമായി വിലയിരുത്താനും കാണാനും ഒക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ, ഈ ചർച്ചകൾക്കൊക്കെ മുകളിലാണ് കല എന്ന ആശയം. അത് മുന്നോട്ട് വയ്ക്കുന്നതും മനുഷ്യനെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ള സന്ദേശം തന്നെയാണ് എല്ലാ കാലത്തും കലയുടെ ധർമ്മമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മേലങ്കി നടന്മാർക്ക് ചാർത്താൻ ശ്രമിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊരു വെള്ളം ആരെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കുന്നത് തന്നെയായിരിക്കും ഉചിതം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.